ഓൺലൈൻ ബെറ്റിംഗ് ആപ്പ് കേസിൽ യുവരാജ് സിംഗ്, റോബിൻ ഉത്തപ്പ എന്നിവരുടെ സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടി. ഉർവശി റോട്ടേല, സോനു സൂദ് തുടങ്ങിയവരുടെ സ്വത്തുക്കളും ഇഡി കണ്ടുകെട്ടിയിട്ടുണ്ട്. 7.93 കോടി രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. സജു തോമസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സജു, ഈ ബെറ്റിംഗ് ആപ്പ് കേസിൽ നടപടിയിലേക്ക് കടക്കുകയാണ് ഇഡി. ആരുടെയൊക്കെ സ്വത്തുവകകളാണ് കണ്ടെത്തിയത്? വിശദാംശങ്ങൾ എങ്ങനെ? അമൃത, തീർച്ചയായിട്ടും ഓൺലൈൻ ബെറ്റിംഗ് ആപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് ക്രിക്കറ്റ് താരം യുവരാജ് സിംഗിന്റെയും റോബിൻ ഉത്തപ്പയുടെയും 7.93 കോടി രൂപയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ഇവർക്കെതിരെ നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഫെഡറൽ അന്വേഷണ ഏജൻസി നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. നടി നേഹ ശർമ്മ, മോഡൽ ഉർവശി റൌട്ടേൽ, അതോടൊപ്പം തന്നെ ബംഗാളി നടൻ അങ്കുഷ് ഹസ്ര, അതോടൊപ്പം തന്നെ ഇവരുടെ അമ്മ മിമ്രി ചക്രവർത്തി എന്നിവരുടെ സ്വത്തുക്കൾ ഇപ്പോൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. 1x ബെറ്റിംഗ് ആപ്പ് പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ടാണ് ഇവർക്കെതിരെ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്നും അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഈ അന്വേഷണങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഒക്ടോബർ 6 മുൻ ക്രിക്കറ്റ് താരങ്ങളായ ശിഖർ ധവാൻ, സുരേഷ് റെയ്ന എന്നിവരുടെ 11.14 കോടി രൂപയുടെ സ്വത്തുക്കളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിരിക്കുന്നത്. പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ താരങ്ങളിലേക്ക് അന്വേഷണം നീങ്ങുന്നത്. നടപടി ഉണ്ടായിരിക്കുന്നത്. അമൃത, ശരി, വിവരങ്ങളാണ് സജു തോമസ് നൽകിയത്. കാസർഗോഡ് തുരുത്തിയിലെ പള്ളി ആക്രമിച്ചുവെന്ന് വ്യാജ പ്രചാരണം നടത്തിയ ചെറുവത്തൂരിലെ മുസ്ലിം ലീഗ് വനിതാ നേതാവിനെതിരെ കേസ്. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് UDF സ്ഥാനാർത്ഥിയായിരുന്ന നഫീസത്ത് നാസറിനെതിരെയാണ് കലാപാഹ്വാനത്തിന് ചന്തേര പോലീസ് കേസെടുത്തത്. വോട്ടെണ്ണലിന് പിന്നാലെ നടന്ന സംഘർഷത്തിൽ പള്ളിക്ക് നേരെ ആക്രമണമുണ്ടായി എന്ന് നഫീസ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു.